കാര്യത്തിൽ സംശയമില്ലാത്ത വിധം സതീശൻ എടുക്കുന്ന നിലപാടല്ലേ ശരി? ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വന്നു എന്ന് വിചാരിക്കും ഹർഷൻ. അതായത് ഈ പറയുന്ന സൈബർ ആക്രമണകാരികളെല്ലാം കൂടെ ഒരു വിപ്ലവം നടത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് കരുതുക. ആർക്കാണത് അനുകൂലമായ നിലയുണ്ടാക്കുക? CPM ഇടതുപക്ഷ ജനാധിപത്യത്തിനൊരിക്കലും അനുകൂല നിലയുണ്ടാക്കുക. എന്തൊരു സന്തോഷകരമായ കാര്യമാണ് അവർക്ക് സഭയ്ക്കകത്ത് ഒരു പ്രശ്നവും പോലീസിനെതിരായിട്ട് വരുന്ന ഈ കാര്യങ്ങൾ അവിടെ ഉന്നയിക്കാൻ സമ്മതിക്കുമോ? അവർ ഈ പ്രശ്നത്തിൽ നിൽക്കില്ലേ? ഇപ്പം എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിനും DYFIക്കും CPM CPIക്കും AIOF അധികം മിണ്ടാൻ പറ്റാത്തത്? കാരണം ഇവർ ആദർശാത്മകമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അതായത് മറ്റാരും ചെയ്തിട്ടില്ലാത്തൊരു കാര്യം കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുകയാണ്. നമ്മൾ അത് കാണണം. അതായത് VD സതീശൻ പറഞ്ഞല്ലോ, ഞാൻ ഒറ്റക്കെടുത്ത നിലപാടല്ല. ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, പരാതിയുണ്ടോ? പരാതി പോലുമില്ല. റിട്ടേൺ ആയിട്ട് ഒരാൾ വന്നിട്ട് ഒരു പരാതി കൊടുത്തിട്ടില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാൾ മുഖം കാണിച്ചിട്ട് എനിക്ക് ഇയാളെ പറ്റി ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഒരു പരാതി പോലും ഇല്ലാതെ ഇവർക്കെല്ലാവർക്കും ഒന്നിച്ചു നിന്നിട്ട് KPCC നേതാക്കൾക്ക് ഒന്നിച്ചു നിന്നിട്ട് AICCയുടെ സമ്മതം വാങ്ങിയിട്ട് ഉടനടി നടപടിയെടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം വലിയ ഒരു സംഭവമായിരിക്കും എന്ന് സണ്ണി വക്കീലും അടൂർ പ്രകാശും ആലോചിക്കേണ്ട രണ്ടാമതൊന്നുകൂടെ. അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർക്ക് പോകേണ്ടി വന്നത്. ഇനി തിരിച്ച് ഈ സൈബർ കാളികൂളി സംഘങ്ങൾ ഉണ്ടാക്കുന്ന ബഹളം കണ്ട് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആർക്കാണ് ഗുണം? CPIM CPIക്കും ഇടതുപക്ഷത്തിനാണ് ഗുണം. സഭയ്ക്കകത്തത് ഗുണമാണ്. ഈ പുറത്തേക്ക് ഇറങ്ങിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കാലത്തും അത് ഗുണമാണ്. ഇവർ ധാർമ്മികമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു കോൺഗ്രസ് എന്നത് അട്ടിമറിയുകയാണ് ചെയ്യുക. ഇവരിതാ ഇത്രമേൽ അധാർമികമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘമാണ് എന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ ഈ സൈബർ കാളികൂളി സംഘങ്ങൾ വിചാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സംഭവം ഉണ്ടായിട്ട് വീട്ടിലെ മുറിയിലേക്ക് ഒളിച്ചിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഈ തീവ്രമായിട്ട് സംസാരിക്കാനാകുന്ന ചെറുപ്പക്കാരനാണ് എന്നാണ് ഇപ്പോഴും ഈ സൈബർ കാളികൂളി സംഘങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെയാണോ? അങ്ങനെയല്ല. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലക്ക്, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് പൊതുജന മധ്യത്തിലേക്ക് പ്രവർത്തിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അയാളുടെ ശക്തി ചോർന്നു പോയ ആളാണ് അയാൾ വന്ന് സഭയിൽ എന്താണ് സംസാരിക്കുക? ഇത്തരം ചോദ്യങ്ങൾക്കും ബഹളങ്ങൾക്കും മുന്നിൽ എന്താണ് അയാൾ പറയുക? ഞാനിങ്ങനെ ചെയ്തു, നിങ്ങളിങ്ങനെ ചെയ്തില്ലേ എന്ന് മുകേഷിനോട് ചോദിക്കാൻ പറ്റുമോ അയാൾക്ക്? മുകേഷ് ചെയ്ത കാര്യമാണോ അയാൾ ചെയ്തത്? അങ്ങനെ എങ്ങനെയാണ് പൊതുസമൂഹത്തിനടക്കൊക്കെ ഇറങ്ങിയിട്ട് അയാൾക്ക് ചെല്ലാൻ പറ്റുക? പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് ആളുകൾ പറയുന്നത് ഇയാൾ ക്ഷീണിച്ചിരിപ്പാണ്, ഇയാൾക്കെതിരെ കോൺഗ്രസ് നടപടിയെടുത്തിരിക്കുന്നു, ഇയാൾ വീട്ടിലെ മുറിയിലേക്ക് ഒളിച്ചോടിയിരിക്കുന്നു, ഇയാൾ സംസാരിക്കുന്ന പോലുമില്ല എന്ന ഒരു ക്ഷീണാവസ്ഥ, ഒരു പരാജിതാവസ്ഥ അയാൾക്കുണ്ട് എന്നതുകൊണ്ട് കൂടെയാണ് ഇനി എന്തിന് ഞങ്ങൾ പരാതി കൊടുക്കണമെന്ന് തോന്നൽ പലർക്കും ഉണ്ടായിരിക്കുന്നത്. ഈ മെസ്സേജാലും മറ്റുമൊക്കെ ബുദ്ധിമുട്ടിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ ഇയാൾ എഴുന്നേറ്റ് വന്നാൽ അതാണ് ഉണ്ടാവുക. അവരുടെ ട്രോമ കൂടും, അവർ കൂടുതൽ ശക്തമായിട്ട് അവരുടെ പരാതികളുമായിട്ട് വരും. അതുകൊണ്ട് ഇയാളെ ഇറക്കണം എന്ന് സണ്ണി ജോസഫും അടൂർ പ്രകാശും പറയുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ സൈബർ കാളികൂളി സംഘങ്ങൾ പറയുന്നുണ്ടോ, അത് ആ പാർട്ടിയുടെ ഗുണത്തിനല്ല എന്ന കാര്യം VD സതീശന് അറിയുന്നത് പോലെ, എറണാകുളത്തെ പാർട്ടി കോൺഗ്രസ്സുകാർക്ക് അറിയുന്നത് പോലെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം.